നമസ്കാരം, ദിനേശാണ്. ഇന്ന് പറയുന്നത് നമ്മളെ ഈ മൾട്ടി പെറ്റൽ അഡീനിയം, സിംഗിൾ പെറ്റൽ അഡീനിയം ഒക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വളർത്തുമ്പോൾ ക്രോസ് പോളിനേഷൻ നടന്നിട്ട് പല കളറുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ വിരിഞ്ഞ് കിട്ടിയ ഒരു റെഡാണിത് കേട്ടോ. ഒരു പ്രത്യേക ഷെയ്ഡുള്ള റെഡാണ് ഇത്. എൻ്റെ ഒരു ചട്ടിയിൽ ഒരു മൾട്ടിഗ്രാഫ്റ്റ് ഉണ്ട്. ഇത് ബ്ലഡ് റെഡ് കളറുള്ള, ഇതിൻ്റെ മുട്ട് കാണുന്നുള്ളൂ. ബ്ലഡ് റെഡ് കളറുള്ള ഒരു അഡീനിയുണ്ട്. അത് ഞാൻ ഒരു കൊമ്പിൽ അതും ഒരു കൊമ്പിൽ വേറെതാ സിംഗിൾ പെറ്റലിൻ്റെ മേലെ അങ്ങനെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഉണ്ടായ വേറൊരു ചെടിയിൽ നിന്ന് വിത്ത് കുറച്ച് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഈ ചട്ടിയിൽ തന്നെ ഇട്ടു. അപ്പോൾ അതിലൊരു 10-25 ചെടികൾ മുളച്ചു. അതൊക്കെ ഞാൻ എടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു. ആവശ്യപ്പെട്ട ആളുകൾക്കൊക്കെ സാധാരണ ചെടികൾ കൊടുത്തു. അതിൽ ബാക്കി നിന്നൊരു ചെടിയിൽ വന്ന നല്ലൊരു റെഡാണ് കേട്ടോ. ഇത് ഞാനതൊരു മദർ പ്ലാന്റ് ആക്കിയിട്ട് മാക്സിമം ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ സിംഗിൾ പെറ്റൽ ചെടികളുടെ വിത്ത് അല്ലെങ്കിൽ മൾട്ടി പെറ്റൽ ചെടികളുടെ വിത്ത് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചാലും അത് മിക്കവാറും സിംഗിൾ പെറ്റലാവും. ചില സമയത്ത് നമ്മളെ ഭാഗ്യത്തിനനുസരിച്ച് 1-2 മൾട്ടി, അങ്ങനെ എനിക്ക് വന്ന മൾട്ടി പെറ്റൽ ചെടിയും ഇവിടെ ഒന്നുണ്ട്. ഒരു ഓർഡിനറി ചെടി വളർന്നു വന്നപ്പോൾ അതിൽ മൾട്ടി പെറ്റൽ പൂവുണ്ടായി. അപ്പോൾ വിത്ത് വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഒരു പ്രത്യേക കളറിൻ്റെ എന്ന് പറഞ്ഞിട്ട് വാങ്ങി എല്ലാം ഒരേ കളറായി എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കും ഇടയ്ക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. ഇങ്ങനെ അപൂർവമായിട്ട് ഏതെങ്കിലും ഒരു വിത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡിൽ വരും. വിത്തുകൾ വാങ്ങുന്ന ആളുകൾ കൂടുതൽ വില കൊടുത്തിട്ട് പല കളറിൻ്റെ എന്ന് പറഞ്ഞിട്ട് വാങ്ങാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞ ക്രോസ് പോളിനേഷൻ നടന്നിട്ട് വിത്തുകൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മുളച്ച് പൂവുണ്ടാവുക എന്നറിയില്ല. അതുകൊണ്ട് സാധാരണ വിത്തുകളായിട്ട് വാങ്ങുക. അതുകൂടാതെ അത് നന്നായിട്ട് വളം ഒക്കെ ഇട്ട് ചെയ്ത് വൃത്തിയായി വളർത്തിയെടുത്ത് വിവിധ കളറിലുള്ള പൂക്കൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക. താങ്ക് യു.